ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ 2 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പറഞ്ഞത്, 2 ജില്ലകളിലെ. അത് തൃശ്ശൂരും എറണാകുളമാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ LDFും 3 മണ്ഡലങ്ങൾ UDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളിൽ 11 നിയോജക മണ്ഡലങ്ങൾ UDFും 3 നിയോജക മണ്ഡലം LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. ടോട്ടൽ മൊത്തം 27 നിയോജക മണ്ഡലങ്ങൾ കണക്ക് നോക്കുമ്പോൾ 14 നിയോജക മണ്ഡലങ്ങളിൽ LDFും 13 നിയോജക മണ്ഡലങ്ങളിൽ UDFും BJP 0 നിയോജക മണ്ഡലങ്ങളിലും ആണ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഏകദേശം 1 സീറ്റിൻ്റെ ലീഡോടുകൂടി UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. അടുത്തത് നമുക്ക് പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് നോക്കാം. പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങൾ, അതിൽ ഒന്നാമത്തെ നിയോജക മണ്ഡലം തൃത്താല നിയോജക മണ്ഡലമാണ്. തൃത്താല നിയോജക മണ്ഡലത്തിൽ MP രാജേഷാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. VT ബൽറാം UDFിൻ്റെ സ്ഥാനാർത്ഥിയും V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. തൃത്താല മണ്ഡലത്തിൽ ഏകദേശം 3000 to 5000 വോട്ടിൻ്റെ ലീഡോടുകൂടി MP രാജേഷ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ നിയോജക മണ്ഡലമായ പട്ടാമ്പി നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുഹമ്മദ് മൊഹസിനാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് TP ഷാജിയും P മനോജ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഏകദേശം 6000 to 8000 വോട്ടിൻ്റെ ലീഡോടുകൂടി 6000നും 8000നും ഇടയിൽ വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ വിജയിക്കുന്നത് മുഹമ്മദ് മൊഹസിൻ ആയിരിക്കും. അടുത്തത് പട്ടാമ്പി നിയോജക മണ്ഡലം കഴിഞ്ഞ് മൂന്നാമത്തെ നിയോജക മണ്ഡലമായ ഷൊർണൂർ നിയോജക മണ്ഡലം. പാലക്കാട് ജില്ലയിലെ മൂന്നാമത്തെ നിയോജക മണ്ഡലമായ ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ P മമ്മിക്കുട്ടിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് P ഹരിഗോവിന്ദൻ മാസ്റ്ററും ശങ്കുട്ടി ദാസ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 20,000-നും 25,000 വോട്ടിനും ഇടയിൽ ഭൂരിപക്ഷത്തോടു കൂടി P മമ്മിക്കുട്ടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ 4ാമത്തെ നിയോജക മണ്ഡലമായ ഒറ്റപ്പാലം നിയോജക മണ്ഡലം. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ K പ്രേംകുമാറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. PK ശശിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. മേജർ രവിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 13,000 to 16,000 വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തോടു കൂടി K പ്രേംകുമാർ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ 5ാമത്തെ നിയോജക മണ്ഡലമായ കോങ്ങാട് നിയോജക മണ്ഡലം. കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ K ശാന്തകുമാരിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KA തുളസിയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് റെനു സുരേഷുമാണ് മത്സരിക്കുന്നത്. അവിടെ വിജയിക്കാൻ പോകുന്നത് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ 13,000 to 16,000 വോട്ടിൻ്റെ ലീഡോടുകൂടി K ശാന്തകുമാരി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ 6ാമത്തെ നിയോജക മണ്ഡലമായ മണ്ണാർക്കാട് നിയോജക മണ്ഡലം. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ മൻസിൽ അബൂബക്കറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. N ഷംസുദ്ദീനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി.
ഇസാക്ക് വർഗീസാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 3000 to 6000 വോട്ടിൻ്റെ ലീഡോട് കൂടി N. ഷംസുദ്ദീൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ 7ാമത്തെ നിയോജക മണ്ഡലമായ മലമ്പുഴ നിയോജക മണ്ഡലം. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ പി പ്രഭാകരനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. സുരേഷാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. C. കൃഷ്ണകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 15,000 to 20,000 വോട്ടിൻ്റെ ലീഡോടുകൂടി പി പ്രഭാകരൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. പാലക്കാട് ജില്ലയിലെ 8ാമത്തെ നിയോജക മണ്ഡലമായ പാലക്കാട് നിയോജക മണ്ഡലം. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് NMR റസാഖും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രമേശ് പിഷാരടിയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത്. അവിടെ വിജയിക്കാൻ പോകുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി ഏകദേശം 2000 to 5000 വോട്ടിൻ്റെ ലീഡോടുകൂടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ 9ാമത്തെ നിയോജക മണ്ഡലമായ തരൂർ നിയോജക മണ്ഡലം. തരൂർ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PP സുമോദാണ്. PP സുമോദ് LDFിൻ്റെ സ്ഥാനാർത്ഥിയും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് KC സുബ്രഹ്മണ്യനുമാണ്. KC സുബ്രഹ്മണ്യൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ബാബുമാണ്. അവിടെ വിജയിക്കാൻ പോകുന്നത് 12,000 to 16,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ PP സുമോദ് വിജയിക്കുമെന്നാണ് നമ്മൾ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ചിറ്റൂർ നിയോജക മണ്ഡലം. പാലക്കാട് ജില്ലയിലെ 10ാമത്തെ നിയോജക മണ്ഡലമായ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുരുകദാസാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുമേഷ് അച്യുതനും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രണീഷ് രാജേന്ദ്രനുമാണ്. അവിടെ വിജയിക്കാൻ പോകുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് LDFിനെ അട്ടിമറിച്ചുകൊണ്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ സുമേഷ് അച്യുതൻ അവിടെ 2000 to 3000 വോട്ടിൻ്റെ ലീഡോട് കൂടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നെന്മാറ നിയോജക മണ്ഡലമാണ്. പാലക്കാട് ജില്ലയിലെ 11ാമത്തെ നിയോജക മണ്ഡലമായ നെന്മാറ നിയോജക മണ്ഡലത്തിൽ P പ്രേമൻ ആണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. തങ്കപ്പൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയും AN അനുരാഗ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. നെന്മാറ നിയോജക മണ്ഡലത്തിൽ 20,000 to 22,000 വോട്ടിൻ്റെ ലീഡോട് കൂടി LDFിൻ്റെ സ്ഥാനാർത്ഥിയായ K പ്രേമൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ 12ാമത്തെ നിയോജക മണ്ഡലമായ ആലത്തൂർ നിയോജക മണ്ഡലം. ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി TM ശശിയും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KN ഫെബിനും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് KV പ്രസന്നകുമാറുമാണ്. അവിടെ വിജയിക്കാൻ പോകുന്നത് 22,000 to 27,000 വോട്ടിനിടയിൽ വോട്ടിൻ്റെ ലീഡോട് കൂടി 22,000 to 27,000 വോട്ടിനിടയിൽ ലീഡോട് കൂടി അവിടെ KM ശശി LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 12 നിയോജക മണ്ഡലങ്ങളിൽ
ഏകദേശം 9 നിയോജക മണ്ഡലങ്ങളിൽ LDFും 3 നിയോജക മണ്ഡലങ്ങളിൽ UDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോൾ പാലക്കാട് 9 നിയോജക മണ്ഡലങ്ങളിൽ LDFും 3 നിയോജക മണ്ഡലങ്ങളിൽ UDFും BJP 0 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോൾ മൊത്തം മൂന്ന് ജില്ലകളിലെ മൊത്തം നിയോജക മണ്ഡലങ്ങൾ 39 നിയോജക മണ്ഡലങ്ങൾ പറഞ്ഞതിൽ 39 നിയോജക മണ്ഡലങ്ങളിൽ UDF 17 നിയോജക മണ്ഡലങ്ങളിലും LDF 22 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. BJP 0 നിയോജക മണ്ഡലങ്ങളിലും. അപ്പോൾ നമുക്ക് അടുത്ത മണ്ഡലത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. ഇടതുപക്ഷമുന്നതിയും തുടർഭരണം